മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള 1-2 വാക്യങ്ങൾ. കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അടുത്ത വാക്യം കൂടെ. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവേൻ എന്ന് ഉത്തരം പറഞ്ഞു. 18-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ എന്തു വന്നു? സൗഖ്യം വന്നു. കരങ്ങളെ ഉയർത്തിയിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞ് ആമേൻ. 1-2 ചിന്തകൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ താല്പര്യപ്പെടുകയാണ്. വലിയ പ്രസംഗമൊന്നും ചെയ്യാൻ ശബ്ദമില്ല. ആമേൻ. വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ട്. ഇച്ചിരിയെങ്കിലും മിച്ചം വച്ചിക്കണമെന്നുണ്ട്. ഇപ്പോഴേ ഒട്ടുമില്ല. ഇനി എന്നാ മിച്ചം വച്ചേക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ തന്നെ ആയിരിക്കുക. ആമേൻ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ. കർത്താവ് നിങ്ങളോട് ഇടപെടട്ടെ. ആമേൻ. വാക്യം വായിച്ചത് ഇങ്ങനെയാണ്. ഈ വേദഭാഗം മത്തായി 17-ൽ പറയുന്നൊരു ഭാഗം ഇതാണ്: കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണം. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. അല്ലേ? ഈ ഭാഗം വായിക്കുമ്പോൾ ഒരപ്പൻ്റെ ആമേൻ വേദനയും കരച്ചിലുമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കരമുയർത്തിയിട്ട് ഒരു ഹല്ലേലൂയ പറ. ആമേൻ. ഉറങ്ങിപ്പോലെ ആമേൻ. ഞാൻ സൗണ്ടില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ സൗണ്ട് കുറച്ചുകളല്ലേ? ആമേൻ. ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥനയോട് ആമേൻ വിശ്വാസത്തോടിരിക്കുക. ആമേൻ. എനിക്ക് സൗണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് സൗണ്ട് ഉണ്ടാകണം. നിങ്ങളുടെ സൗണ്ടാണ് എൻ്റെ ബലം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥനയോട് തന്നെ ഇരിക്കുക. അപ്പോൾ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു: കർത്താവ്, എൻ്റെ മകനോട് എന്തുണ്ടാകണം? കരുണയുണ്ടാകണം. ആരാ പറയുന്നേ? ഒരപ്പൻ പറയുക. ശ്രദ്ധിക്കണം. 1-2 പെട്ടെന്ന് പറയേണ്ട 1-2 ചിന്തകൾ അതിനകത്തുണ്ട്. അത്രയും പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ആമേൻ. ബൈബിൾ ഇങ്ങനെ പറയുന്നു: എൻ്റെ മകനോട് കരുണയുണ്ടാകണം. അവൻ എന്ത് പിടിച്ചിരിക്കുവാണ്? ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. ഒരപ്പനൊരു മകനുണ്ടായിരുന്നു. ആ മകനെക്കുറിച്ചാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ആ മകനെക്കുറിച്ച് വേദപുസ്തകം ഇങ്ങനെ പറയുന്നു: അവൻ ആമേൻ അപ്പന് ആ മകനെക്കുറിച്ച് ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. അല്ലേ? ഇവിടുത്തെ എല്ലാ അപ്പനമ്മമാർക്കും മക്കളെക്കുറിച്ച് ചില പ്രതീക്ഷകളുണ്ട്, ഇല്ലേ? ഉണ്ട്. പിള്ളേർക്കൊന്നും പ്രതീക്ഷ അറിയത്തില്ലെങ്കിലും അപ്പനും അമ്മയ്ക്കും ചില പ്രതീക്ഷകളുണ്ട്. അവനെ നന്നായിട്ട് പഠിപ്പിക്കണം, അവനെ ഒരു നല്ലൊരു ഗവൺമെൻറ് ജോലി മേടിക്കണം, അവനെ ആമേൻ ഒരു ഡോക്ടറാക്കണം, അവനൊരു എൻജിനീയർ ആക്കണം. ഇങ്ങനെ പലതും ഒക്കെ മനസ്സിൽ മക്കളെക്കുറിച്ച് പ്രതീക്ഷയുള്ളവരാണ് ആര്? മാതാപിതാക്കൾ. അപ്പോൾ ഈ കൊച്ചിനെ കുറിച്ചും അപ്പനൊരു വലിയ പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ എന്നാന്നറിയത്തില്ല. അവൻ നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം, നല്ലത് വരണം, നല്ല ബിസിനസ് വരണം, അല്ലെങ്കിൽ അവൻ നല്ലൊരു ആളാകണം, അവൻ നല്ല രീതിക്ക് വരണമെന്നൊക്കെ വലിയ പ്രതീക്ഷയുണ്ടോ. പക്ഷേ അപ്പൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റാൻ തുടങ്ങി. എങ്ങനെ തെറ്റിത്തുടങ്ങിയ? ഒന്ന്, പലപ്പോഴും അവൻ വീഴുന്നുണ്ടായിരുന്നു. ആമേൻ. അപ്പോൾ വീഴാനല്ല അപ്പൻ്റെ പ്രതീക്ഷ, അവൻ നിൽക്കണമെന്നാണ്. കരമുയർത്തിയൊരു ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. വീഴുക എന്നതല്ല അപ്പൻ്റെ ചിന്ത, മറിച്ച് അവൻ എഴുന്നേൽക്കണമെന്നും നിൽക്കണമെന്നുമായിരുന്നു ആരുടെ പ്രതീക്ഷ? അപ്പൻ്റെ പ്രതീക്ഷ. പക്ഷേ അപ്പൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി സംഭവിക്കുന്നു. ഒന്ന്, അവൻ തീ കാണുമ്പോൾ വീണു പോകുന്നു. 2, വെള്ളം കാണുമ്പോൾ വീണു പോകുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്തും അവൻ കൈമാറുന്നൊരു സന്ദേശമുണ്ട്. അവൻ എഴുന്നേൽറ്റ് നിൽക്കും എന്ന്, തല ഉയർത്തി നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചവരുടെ മുൻപിൽ വീണു കിടക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കാണുന്നുണ്ട്.
ഇന്ന് ദൈവാത്മാവ് അവരോട് പറയുന്നൊരു സന്ദേശമുണ്ട്. അവൻ നീ ശ്രമിച്ചിട്ടും കുടുംബം ശ്രമിച്ചിട്ടും എഴുന്നേൽക്കാൻ കഴിയാതെ വീണുപോയവരോട് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയുക, നിന്റെ തലയെ ഉയർത്താൻ കഴിവുള്ള ഒരുവൻ ഇന്ന് പകൽ ഈ ഹോളിനകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ചിലത് കാണുമ്പോൾ വീണു പോകുന്ന, ചിലത് കാണുമ്പോൾ തളർന്നു പോകുന്ന, ചിലത് കാണുമ്പോൾ എവിടേക്ക് ഒതുങ്ങിപ്പോകുന്ന ചിലതിനെ ഇന്ന് പകൽക്കാലം കർത്താവ് തൊടാൻ ആഗ്രഹിക്കുന്നൊരു പകലാ. ആമേൻ. എന്താ ദൈവത്തിന്റെ വചനം പറഞ്ഞ്? ആമേൻ. പലപ്പോഴും തീ കാണുമ്പോൾ പുള്ളി വീഴുന്നു, പിന്നെ വെള്ളം കാണുമ്പോൾ പുള്ളി വീഴുന്നു. ഒന്ന് ചിന്തിക്കുക, ജയിച്ചു വരേണ്ട ചില സാഹചര്യങ്ങൾക്ക് പുള്ളി ജയിക്കാൻ പറ്റുന്നില്ല. ആർക്കാ? ഈ തലമുറയ്ക്ക്, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ ആരും വെള്ളം കാണുമ്പോൾ വീണു പോകുന്നില്ല, പിന്നെ ആമേൻ തീ കാണുമ്പോഴും വീണു പോകുന്നില്ല. അഥവാ വീണു പോകുന്ന ചിലരൊക്കെ ഉണ്ടെങ്കിലും ആമേൻ അവരൊക്കെ ആമേൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഇന്ന് തല ഉയർത്തി നിൽക്കുന്നുണ്ട്. അതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുവാണ്. ഞാൻ നിങ്ങളോട് പറയാം, ഇവിടെ അവൻ ഒരു തലമുറയെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു. അവൻ വീഴുമ്പോൾ അവൻ്റെ അപ്പന് അവനെക്കുറിച്ച് ചിന്തയില്ലേ? അവൻ വീഴുമ്പോൾ അവനെക്കുറിച്ച് അവൻ്റെ അപ്പൻ ചിന്തിക്കത്തില്ലേ? ഞാൻ ചിന്തിക്കുന്നു, അപ്പനത് ചിന്തിക്കും, അപ്പനത് നോക്കും, അപ്പൻ അതേക്കുറിച്ച് അവൻ അത് നോക്കണ പല കാര്യങ്ങളും അവൻ ചെയ്യും. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും ഹല്ലേലൂയ, ഞാൻ പറയാം, ഈ മകൻ്റെ രോഗത്തിൽ നിന്ന് അപ്പനൊരു സൗഖ്യം കാണാൻ പറ്റുന്നില്ല. പല തലമുറകളും ബൈബിൾ ഇങ്ങനെ പറയുന്നു, അപ്പന്റെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം വളരാൻ കഴിയാതെ പല തലമുറകളും വീണു പോകുന്ന സാഹചര്യങ്ങൾ ഇന്ന് എവിടെങ്കിലും ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രാരംഭ സമയത്തിൽ നിങ്ങളോട് പറയുകയാണ്, നിന്റെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം നിന്റെ തലമുറയെ തല ഉയർത്തി നിർത്തുവാൻ ഇന്ന് പകൽ കഴിവുള്ള ഒരുവൻ അവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവന്റെ പേര് ക്രിസ്തു എന്നാണ്, അവന്റെ പേര് യേശു എന്നാണ്. വിശ്വസിക്കുന്ന നിന്റെ കുടുംബത്തിനകത്ത് ചില വൻ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ശക്തനായ ദൈവം. യേശുവിൻ നാമത്താൽ ഞാൻ ജയമെടുക്കുകയാണ്. ഇൻ മൈറ്റി നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഹോളിനകത്ത് ഇതിനകത്ത് കൈമാറുകയാണ്. ആമേൻ. വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി കർത്താവ് തല ഉയർത്താൻ ആഗ്രഹിക്കുകയാ. സന്തോഷമുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ കൊണ്ട് പറഞ്ഞേ. ആമേൻ. കർത്താവ് ഇങ്ങനെ പറയുന്നു, ആമേൻ, വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി വേദപുസ്തകം ഇങ്ങനെ പറയുക, ആമേൻ, ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കലേക്ക് ഈ മനുഷ്യനെ കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട്. ഈ ചെറുനാൾ മുതലേ ഈ തലമുറയ്ക്കൊരു പ്രശ്നമുണ്ട്. അവൻ പലയിടത്തും വീണുപോകുന്നു, അവൻ പലയിടത്തും അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ പലയിടത്തും അവന് തളർന്നു വീഴുകയാണ്. ഇതിൽ നിന്നൊരു മോചനം അനുഭവിക്കാൻ കഴിയാതെ ആമേൻ അവനിങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ അപ്പൻ അവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, വൈദ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ വൈദ്യന്മാർ അവനോട് വൈദ്യന്മാർ അവൻ്റെ അപ്പനെ വിളിച്ചു പറഞ്ഞു, ഇത് വേറൊന്നുമല്ല, ഈ രോഗത്തിൻ്റെ പേര് വൈദ്യന്മാർ അപ്പന് എഴുതി കൊടുത്തു, ഇത് ചന്ദ്രരോഗമാണ്. എന്ത് രോഗമാണ്? ചന്ദ്രരോഗം. ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, അല്ലേ? ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, ചന്ദ്രരോഗമെന്ന് എഴുതി കൊടുത്തോ. ചിലപ്പോൾ നമ്മളതിനെ അപസ്മാരമെന്ന് പറയാം, ചിലപ്പോൾ ഫിക്സ് എന്ന് പറയാം. ഈ കാലഘട്ടത്തിൽ പലതുമായിട്ടതിനെ പലരും പറയുന്നുണ്ട്. ഏതായാലും ഞാൻ പറയട്ടെ, ഈ മനുഷ്യനോട് വൈദ്യന്മാർ പറഞ്ഞ കാര്യം ഇതാണ്, ഇത് ചന്ദ്രരോഗമാണ്. അന്ന് കുറിപ്പ ഈ അപ്പൻ മടക്കി പോക്കറ്റേ വെച്ചേച്ച് കാണുന്നവരോടെല്ലാം പറയാൻ തുടങ്ങി, എൻ്റെ മകൻ വെള്ളം കാണുമ്പോൾ വീഴുന്നത്, എൻ്റെ മകൻ അവൻ തീ കാണുമ്പോൾ വീഴുന്നതിൻ്റെ കാരണം വൈദ്യൻ കുറിപ്പെഴുതി തന്നത് അവന് ചന്ദ്രരോഗമാണ്. സത്യം പറയാലോ, അപ്പൻ പറഞ്ഞ വാക്കിതാണ്, അവൻ ചന്ദ്രരോഗത്താൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു ഭയം അവനെ പിടികൂടുകയാണ്. ആ തലമുറയിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്, പക്ഷേ ആ പ്രതീക്ഷകളൊന്നും അവനിൽ മുളച്ചു വരുന്നില്ല. അവൻ എവിടേക്കോ വീണുപോകുന്നു, എവിടേക്കോ തളർന്നു പോകുന്നു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഒരു രോഗം അവൻ്റെ മേൽ കിടക്കുന്നത് കൊണ്ട് ആമേൻ അവന് നല്ലൊരു ജോലി കിട്ടുന്നില്ല, നല്ലൊരു ഭാവി ഉണ്ടാകുന്നില്ല, നല്ലൊരു ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ രോഗത്താൽ അവൻ തലകുനിഞ്ഞു കിടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇതിനകത്ത് ആരുടെയോ സംസാരിക്കുകയാണ്. പ്രതീക്ഷയ്ക്കൊത്ത് തല ഉയർത്താൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, വൈദ്യന്മാരുടെ കുറിപ്പും അവൻ മടക്കി വെച്ചിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, സ്വർഗം ഇന്ന് പകൽ നിന്നോട് പറയുകയാണ്, ചില കുറിപ്പുകളെ തിരുത്താൻ കഴിവുള്ളവൻ ഇന്ന് പകൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ഇന്ന് പകൽ അത്ഭുതങ്ങൾ ചെയ്യാൻ ഇന്ന് പകൽ അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവം ശക്തനാണ്, ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്.
വൈശസിയ റീബൽ കമനഘടക ശന്തൽ കമനഘടക ശൈഡിപിരിഘടകസി. യേശുവിന്റെ നാമത്താൽ ജയ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഈ ഹോളിനകത്ത് ശക്തമായി ചലിക്കട്ടെ. റീകല്ലാമ സെക്കേനിയ അത്തോനിയ റക്ഷസ് കമനഘടകസി അന്തൽ കമനഘടക ശൈഡിപിരിഘടകസി. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കം ഓൺ. ഹല്ലേലൂയ. ഞാൻ ഇങ്ങോട്ട് പറയട്ടെ, ഈ അപ്പന പോകാവുന്നിടത്തൊക്കെ പോയി. എവിടൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ അവിടൊക്കെ അപ്പം കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയിട്ടും എത്തില്ല. ഈ തലമുറ അവൻ തല ഉയർത്തി നിൽക്കാൻ പ്രാപ്തനാകുന്നില്ല. അങ്ങനെ അവസാനം നാട്ടിൽ ആരൊക്കെയോ ഈ പിതാവിനോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, യേശുവിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ ഇവനൊരു സൗഖ്യമുണ്ടാകും. കരങ്ങളെ ഉയർത്തിയൊരു ഹല്ലേലൂയ. യേശുവിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ ഇവനൊരു സൗഖ്യമുണ്ടാകും. ഇന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്തും പറയുക, വിശ്വാസത്തോടെ കടന്നു വന്ന ചിലർ ഇതിനകത്തുണ്ട്. ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാ, നിന്റെ വിഷയത്തിന്റെ മേൽ ഇന്ന് പകലിൽ എൻ്റെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ തയ്യാർ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഇന്ന് പകല ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഓ ശതരകമ ഓ റബശകേനിയ രക്ഷസ് കമനഘടക ശൈഡിപിരിഘടകസെ. അവന് ഹോളിയല്ലോ. ഓഷ റഖമന ശകേനിയ രക്ഷസ് കമനഘടക ശൈഡിപിരിഘടകസെ. ഇൻ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ്, come on. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഈ ഹോളിനകത്തിരിക്കുന്ന ചിലരൊക്കെ കാണുക, ഈ തല ഉയർത്താൻ കഴിയാത്ത ചിലതിന് ആമേൻ ആമേൻ ആരൊക്കെയോ ചേർന്ന് പറഞ്ഞു കൊടുത്തു, ഇവൻ തല ഉയർത്തണമെങ്കിൽ എവിടെ കൊണ്ടുപോകണം? യേശുവിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. ശ്രദ്ധിക്കണം, എവിടെ കൊണ്ടുപോകണം? യേശുവിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. ആമേൻ. യേശുവിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. ആരൊക്കെയോ പറഞ്ഞത് കൊണ്ട് ഇവൻ എന്ത് ചെയ്തു? യേശുവിൻ്റെ അടുക്കലേക്ക് അപ്പൻ കൊണ്ടുവരിക. നിറ കണ്ണുകളോടെ ആമേൻ, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഈ തലമുറയും കൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് വരിക. യേശുവിനെ അന്വേഷിച്ചപ്പോഴാണ് ശിഷ്യന്മാരിൽ ചിലർ പറഞ്ഞു, യേശു ഇപ്പം സ്ഥലത്തില്ല. പിന്നെ ഇവിടെ യേശു അങ്ങ് മലയുടെ മുകളിൽ പോയിരിക്കുക. എന്തിനാ പോയിരിക്കുന്നത്? യേശു പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിരിക്കുക. ഹല്ലേലൂയ. അന്നേരം ഈ പിതാവ്, എൻ്റെ ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയും, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെങ്കിലും ഇവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, ഇവനെ ഒന്ന് സൗഖ്യമാക്കുക. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, അങ്ങനെ ഈ പിതാവ് പറഞ്ഞെങ്കിൽ അതിനൊരു കാര്യമുണ്ട്. അന്നേരവും ഈ തലമുറ രോഗത്താൽ ബലഹീനപ്പെടുകയാണ്. അന്നേരവും ഈ തലമുറ രോഗത്താൽ പ്രശ്നം അനുഭവിക്കുക. അതുകൊണ്ടല്ലേ ശിഷ്യന്മാരെ കണ്ടപ്പോൾ നിങ്ങളെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ശിഷ്യന്മാരോട് അവൻ പറഞ്ഞത്. ശിഷ്യന്മാർ ബൈബിൾ പറയുന്നു മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു. ആമേൻ. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചോ. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നേരം വെളുത്തു. അവൻ നേരം വെളുത്തപ്പോഴും ഈ മകൻ മോചനം പ്രാപിച്ചിട്ടില്ല. അന്നേരം പുലർന്നു കഴിഞ്ഞപ്പോൾ യേശു മലയുടെ മുകളിൽ നിന്ന് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി താഴേക്ക് വരികയാ. താഴ്വാരത്തിലേക്ക് വരുമ്പോൾ വേദപുസ്തകം പറയുന്നു, ഈ താഴ്വാരത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം. ആമേൻ. താഴ്വാരത്തിലേക്ക് വന്ന സമയത്ത് വലിയൊരു ആൾക്കൂട്ടം കാണുക. ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് യേശുവിനെ മനസ്സിലാക്കിയ ഈ പിതാവ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് എന്ത് ചെയ്തോ? യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വന്ന മുട്ടുകുത്തി ഒന്ന് നമസ്കരിച്ചു പറഞ്ഞു, ഗുരു കരുണ കാണിക്കണം. ആമേൻ. അല്ലേ? എന്ത് കാണിക്കണം? കരുണ കാണിക്കണം. അപ്പൊ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ വൈദ്യന്മാർക്ക് കരുണ കാണിക്കാൻ പറ്റിയിട്ടില്ല, നാട്ടുകാർക്ക് കരുണ കാണിക്കാൻ പറ്റിയിട്ടില്ല, കുടുംബക്കാർക്ക് കരുണ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് പകൽ പ്രതീക്ഷയറ്റുപോയ ഒരു അപ്പന്റെ നിലവിളി ഇതാണ്, എൻ്റെ തലമുറയുടെ കരുണ കാണിക്കണം. തല ഉയർത്താൻ കഴിയാതെ വീണുപോയ ചിലതിനെ നോക്കി പരിശുദ്ധാത്മാ പറയുന്നു, ഹോ റീമാന ശഖേനിയ, come on. തല ഉയർത്താൻ കരുണ കാണിക്കണമെന്ന് യേശുവിനോട് നിലവിളിക്കുന്ന ഒരു അപ്പൻ. പെട്ടെന്ന് യേശു എന്നാ ചെയ്തെന്ന് അറിയാമോ? ഞാൻ ആ വാക്യം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ രണ്ട് കാര്യങ്ങൾ ഇതിനകത്തൊന്ന് പെട്ടെന്ന് പറയാം. ഇതൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങളാണ്. ആമേൻ. രണ്ട് ഭാഗങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞോട്ടെ. ഒന്ന്, യേശു ഇത് കേട്ട ഉടനെ ശിഷ്യന്മാരുടെ നേർക്കങ്ങോട്ട് തിരിഞ്ഞു. അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്. ആ ഭാഗം ജസ്റ്റ് ഒന്ന് വായിക്കാമോ? വായിച്ചില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും റിജി പാസ്റ്റർ വേറൊന്ന് പറയുവാന്ന്. ആ നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് ആമേൻ ഒരു 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 ഭാഗമുണ്ട്. അതിൻ്റെ 16ാമത്തെ വാക്യം. എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു. 17. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ
ഇരിക്കും. അടുത്ത്, എത്രത്തോളം നിങ്ങൾ സഹിക്കും? കരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ്. ഒരുത്തിന് സുഖവുമില്ല എന്ന് പറഞ്ഞ് അപ്പം കിടന്ന കരച്ചിലോടെ കരച്ചില്ല. അപ്പം പറയുക, ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു, ഇവിടെ ഒന്നും നടന്നില്ല കർത്താവ്, എങ്ങനെയെങ്കിലും കരുണ കാണിക്കണം. പെട്ടെന്ന് യേശു പറഞ്ഞ വാക്ക്, എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും. ആരോടാ പറഞ്ഞ്? ശിഷ്യന്മാരോട് പറഞ്ഞു, ശരിയല്ലേ? അല്ലാതെ അപ്പനോടല്ല പറഞ്ഞ്. നമ്മൾ ചിലപ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ തുമ്പൊക്കെ കിട്ടിയേച്ച് പറയും, എങ്കിലും കർത്താവിന് അപ്പനോട് ഇങ്ങനെ പറയാവോ? ഇത് അപ്പനോടല്ല പറഞ്ഞ്, പിന്നെ ആരോടാ പറഞ്ഞ്? എൻ്റെ അവിടെ ഉണ്ടോ നിങ്ങൾ? രണ്ട് കാര്യമാണ് ഇന്നത്തെ മെസ്സേജിനകത്തുള്ളത്. ഒന്നാമത്തെ കാര്യം ഞാൻ ഈ പറയുന്നത്. ആമേൻ. ഒന്ന്, യേശുക്രിസ്തു ഈ പ്രശ്നം കേട്ട ഉടനെ ആമേൻ ഇങ്ങനൊരു വാർത്ത പറയുവാണ്, എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. രണ്ട്, എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കല്ല, ഇത് യേശു വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. ചിലരൊക്കെ ചിന്തിക്കണം, റജി പാസ്റ്റർ ഇങ്ങനെയും പറയാമോ? സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല, അടുത്ത ആഴ്ച ചർച്ചയ്ക്ക് വരണം. ആമേൻ. വാസ്തവമായിട്ട് ഞാൻ പറയാം, യേശു പറഞ്ഞ വാക്ക് ഇത് ആരോടാ ചോദിച്ചേ? ശിഷ്യന്മാരോട്. ഒരു ശാസന യേശു ശാസിക്കുക. ആർക്കാ ഈ ശാസന? കരഞ്ഞ പിതാവിനല്ല, ബലഹീനത അനുഭവിച്ച മോനുമല്ല, ശിഷ്യത്വം സ്വീകരിച്ചവനൊരു ശാസനയുണ്ട്. കർത്താവ് എന്നേലും ശാസിച്ചാൽ ആമേൻ പറഞ്ഞ് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം, നിനക്കടുത്തൊരു സാക്ഷിയുണ്ട്, നിനക്കടുത്തൊരു അത്ഭുതമുണ്ട്. നീ ഒരു മിറക്കിൾ വെളിപ്പെടുത്തുന്നവനാക്കി കർത്താവ് നിന്നെ മാറ്റും. യേശുവിൻ നാമത്താൽ ജയമെടുക്കുക. അല്ലേ? അപ്പൊ യേശുവിന്റെ ശാസന നിങ്ങളെ ഞാൻ എത്രത്തോളം സഹിക്കും. ആരോടാ പറഞ്ഞ്? ശിഷ്യന്മാരോട്. 12 ശിഷ്യന്മാരെ യേശുവിനുള്ള. 12 ശിഷ്യന്മാരെ വിളിച്ചതാരാ? യേശു. കൊണ്ടു നടക്കുന്ന ആരാ? യേശു. പഠിപ്പിച്ചതാരാ? യേശു. എല്ലാം പഠിപ്പിച്ച് കൊണ്ടെടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് ചോദിക്കുക, എത്രത്തോളം ഞാൻ നിങ്ങളെ. ആമേൻ. നമുക്ക് ചോദിക്കാൻ പറ്റുകയില്ല, കാരണം തുമ്മിയത്രയ്ക്കുന്ന മൂക്ക പലതും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. അല്ലേ? പക്ഷെ യേശു ചോദിക്കുന്ന ചോദ്യം, എത്രത്തോളം ഞാൻ നിങ്ങളെ. ഈ ചോദ്യം കേട്ടിട്ട് പാസ്റ്റർ എന്നോടാ പറയുന്നത് ആർക്കും തോന്നരുത്. ഇത് കാരണം ഞാൻ പറയുന്ന ചോദ്യമല്ല, ഇത് ആര് പറയുന്ന ചോദ്യമോ? യേശു പറയുന്ന ചോദ്യമാണ്. എന്തിന്? ഈ ചോദ്യം കഴിഞ്ഞാലേ നീ പ്രാപ്തനാവത്തുള്ളൂ. ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുക, ഇത് സാധാരണക്കാർക്കുള്ള ചോദ്യമല്ലേ, ഇത് ശിഷ്യനുള്ള ചോദ്യമാണ്. ഇനി ശബ്ദം കേൾക്കുന്ന ചിലരോട് ദൈവം പറയുന്നത് സാധാരണക്കാരനുള്ള ചോദ്യമല്ല, ഇത് അപ്പനുള്ള ചോദ്യമല്ല, ഇത് തീ കാണുമ്പോൾ വീഴുന്നവനുള്ള ചോദ്യമല്ല, ഇത് വെള്ളം കാണുമ്പോൾ വീണുപോയുള്ള ചോദ്യമല്ല, ഇത് ശിഷ്യനായി എന്റെ കൂടെ നിൽക്കുന്ന ചിലരോട് സ്വർഗം ചോദിക്കുക, എത്രത്തോളം ഞാൻ സഹിക്കും. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ നിങ്ങൾക്ക്? ഈ ചോദ്യം ഞാൻ കേട്ടപ്പോ എനിക്കൊരു അർത്ഥം പിടികിട്ടി. കർത്താവ് പറഞ്ഞ ആശയം, എടാ ഇനിയും എന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? ശരിയല്ലേ? ആമേൻ. ഈ ചോദ്യത്തിന്റെ അർത്ഥം കർത്താവ് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇങ്ങനെയാണ്. കർത്താവ് 12 പേരെ ശാസിച്ചു. ആമേൻ. ഈ ശാസനയിൽ മറഞ്ഞു കിടക്കുന്ന അർത്ഥമുണ്ട്. എന്നും ഞാൻ വരുമെന്ന് നിങ്ങൾ എന്തിനാ പ്രതീക്ഷിക്കുന്നേ? ആമേൻ. അതിന്റെ അർത്ഥം, എടാ ഇത് ഞാൻ വരേണ്ട കാര്യമല്ല, ഞാൻ വരുന്നതിന് മുൻപ് എന്നിൽ വിശ്വസിക്കുന്നവൻ ഇത് ചെയ്യാൻ ചിലതിന്റെ മേൽ സ്വർഗം ഈ അതോറിറ്റിയെ സ്വർഗം പകരട്ടെ. വിശ്വസിക്കുന്നവന്റെ മേൽ ചിലത് ചെയ്യുവാൻ സ്വർഗം ഇന്നു പകൽ തന്റെ ശക്തിയെ ദൈവം കൈമാറും. In mighty name of Jesus. Hallelujah. ആ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവ് ചോദിക്കുക, എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കണം? അതിന്റെ അർത്ഥം, സമയം കഴിഞ്ഞിട്ടും നിങ്ങൾ എന്ന കാര്യം ചെയ്യാത്തേ ഇല്ലേ? സമയം കഴിഞ്ഞിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്തില്ല. അങ്ങനാണെങ്കിൽ കരയുന്ന ചിലതിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ കർത്താവ് ചിലതിനു വേണ്ടി കൈമാറുന്നൊരു ശക്തിയുണ്ട്. ഈ സമയം
പരിശുദ്ധാത്മാവ് പറയുന്നു, കരയുന്ന അപ്പന്റെ വീഴുന്ന തലമുറയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ കർത്താവ് ഇന്ന് പകൽ നിന്റെ മേൽ ആ ശക്തിയെ സ്വർഗം തരാൻ ആഗ്രഹിക്കുക. Come on, receive the power. Wow. മകത്വം തൊടട്ടെ, മകത്വം തൊടട്ടെ, മകത്വം തൊടട്ടെ. യെസ് 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 യെസ്. ആത്മാവാരിടയ്ക്ക് പറയുന്നു, നീ ചിലരുടെ കണ്ണുനീര് തുടയ്ക്കും, നീ ചില തലമുറകളെ കൽക്കുപിടിച്ച് എഴുന്നേൽപ്പിക്കും, യൗവനക്കാരെ തിരിച്ചു പിടിക്കും. Come on, വിശ്വസിക്കുന്നവന്റെ മേൽ ഒരു ഇമ്പാർട്ടേഷൻ ഇന്ന് പകലിൽ സ്വർഗം വിട്ടു തരിക. Receive the fire. In mighty power, in mighty power, in mighty power. യേശുവിന്റെ നാമത്താൽ ജയ ദൈവശക്തി ഇന്ന് പകലിൽ ചലിക്കട്ടെ. Receive the fire. Wow. Holy Spirit, Holy Spirit, Holy Spirit. Raksha Tata Rakabashe Rimal Kamana Gadaga Shanteni Rakshas Kamana Gadaga Shadi Biri Gadagasi. Amen. കർത്താവ് എന്നാ പറഞ്ഞേ? എത്രത്തോളം ഞാൻ സഹിക്കും? ഈ വാക്ക് കേട്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നീ യേശുവിൻ്റെ ശിഷ്യനാ. എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നീ ആരാ? യേശുവിൻ്റെ ശിഷ്യനാ. ഇനി ഒന്നും തോന്നിയില്ലെങ്കിൽ നീ ഒന്നീ അപ്പൻ്റെ കൂട്ടായിരിക്കും, അല്ലെങ്കിൽ വീഴുന്ന തലമുറയുടെ കൂട്ടായിരിക്കും. അങ്ങനെ ചിന്തിച്ചാൽ മതി. എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നീ ശിഷ്യനായതുകൊണ്ടാ തോന്നിയേ. ഇതെന്റെ വാക്കല്ല കേട്ടോ. ബൈബിളിന്റെ അതേ ചോദ്യം ഞാൻ ഉത്തരിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തേലും തോന്നിയെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത് സ്വർഗം നിന്നോട് ചോദിക്കുന്ന വാക്ക്. മറുപടി കൊടുക്കാൻ നീ തയ്യാറാണോ? ഇന്ന് പകൽ ചിലതിന് ഇതിന്റെ അകത്ത് എഴുന്നേൽപ്പിക്കാൻ. Come on. ചില ശിഷ്യന്മാരെ ചില പ്രവർത്തിക്ക് വേണ്ടി സ്വർഗം അപ്പോയിന്റ് ചെയ്യട്ടെ. വൈശസ്യ റീവൽ കമനഘടക ശന്തൽ കമനഘടക ശൈഡി ബിരിഘടക അന്തൽ കമനഘടക ശൈഡി ബിരിഘടക. യേശുവിൻ നാമം ജയം. ആമേൻ. അല്ലേ? അപ്പൊ കർത്താവ് പറഞ്ഞതിന്റെ ശേഷം ഞാൻ ഇനി വരുന്നവരെ നിങ്ങൾ എന്ത് വെയിറ്റ് ചെയ്യണ്ട, മറിച്ച് ഞാൻ ചിലത് നിങ്ങളുടെ കൈ തന്നിട്ടുണ്ട്. അത് വച്ച് നിങ്ങൾ ചില തലമുറയുടെ മേൽ കൈ വച്ചാൽ അവൻ ഇനി തീ കാണുമ്പോൾ വീഴത്തില്ല. ശിഷ്യത്വം സ്വീകരിച്ചവരുണ്ട്. റജിപ്പാസ്റ്ററുടെ അല്ല, ക്രിസ്തുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ച ചിലരോട് ഈ പോയിന്റിൽ നിന്ന് പരിശുദ്ധാത്മ പറയുന്നു, ഒന്ന് പ്രാർത്ഥിക്കാൻ. എന്തിന്? ആമേൻ. ഇനി പലരും നിങ്ങളെ സഹിക്കേണ്ടതല്ല, പലർക്കും നിങ്ങളൊരു രക്ഷയായി മാറാൻ പോവുക. Come on. ആത്മാവ് ഇന്ന് പകലൊരു ശക്തിയെ നിന്റെ മേൽ കൈമാറാൻ പോവുക. വിശ്വസിക്കുന്നവൻ പ്രാപിച്ചോ. Catch the power. നീ ചില തലമുറകളെ തിരിച്ചു പിടിക്കാൻ, ചില കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ, ചില അപ്പന്റെ കണ്ണുനീര് തുടയ്ക്കാൻ, ചില മാതാപിതാക്കളുടെ കണ്ണുനീര് തുടയ്ക്കാൻ ഇന്ന് പകല് പ്രാർത്ഥിക്കുമെങ്കിൽ ചില ശിഷ്യന്മാരുടെ കരുത്ത് ദൈവം കൂട്ടും. ഒറ്റ വാക്കുമതി കുടുംബത്തിന്റെ കണ്ണുനീര് തോരാൻ, ഒറ്റ കൈമതി വീണ് കിടക്കുന്ന തലമുറ എഴുന്നേൽക്കാൻ. ആമേൻ. ശിഷ്യത്വം സ്വീകരിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ശാസന നിന്നെ വെളിക്കളയുന്ന ശാസനയല്ല, നിന്നെ ദൈവരാജ്യത്തിന്റെ അധികാരത്തിനകത്തേക്ക് കയറ്റുന്ന ചില വാക്കുകളായി. Come on, come on. Yes, yes. സ്വീകരിക്കട്ടെ. ഈ അഭിഷേകം നിന്നുമേൽ പകരട്ടെ. വൈശസ്യ റീബൽ കമനഘടക അന്തൽ കമനഘടക ശതേനി രക്ഷസ് കമ റിയാംതേനിയ റീബൽ കമനഘടക ശൈദി വിരിഘടക അഥോനിയ രക്ഷസ് കമനഘടകസി. യേശുവിൻ നാമം ജയം. Holy Spirit, Holy Spirit, Holy Spirit. റീമാന ശിഖേനിയ റഗൽ കമനഘടകസി. ആമേൻ. കർത്താവ് പറയുക, ഒരൊറ്റ ശാസന. ആദ്യം ശാസിച്ച ശിഷ്യന്മാരെ, ഇനി ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കണം, ഇനി ഞാൻ എത്ര ദിവസം നിങ്ങളെ കൂടെ ഇരിക്കണം. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നായത്. കരമുയർത്തി ഒരു ഹല്ലേലൂയ. നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ആമേൻ. എന്നാ ഇനി ഒരു കാര്യം കൂടെ ഞാനെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല. ഈ അപ്പൻ്റെ കയ്യിൽ ഒരു ചീട്ടുണ്ട്, ഡോക്ടർ കൊടുത്ത ചീട്ട്. എഴുതിയിട്ടേക്കുന്ന പേര്
കൊച്ചൻ്റെ പേരൊന്നും എഴുതിയിട്ടില്ല, അതൊന്നും കാണിച്ചിട്ടില്ല. ബൈബിളിൽ പറയുക അവൻ്റെ രോഗവിവരം എഴുതിയിട്ടുണ്ട്. അത് ബൈബിളെ കൊടുത്തേക്കുന്നു. എന്നാ രോഗം? ചന്ദ്രരോഗം. ഹല്ലേലൂയ. അവൻ്റെ രോഗം എന്നാണ്? ചന്ദ്രരോഗം. ഈ 16 നമ്മളിപ്പോൾ വായിച്ചു. തൊട്ട് മുമ്പ് ഈ അപ്പൻ വന്ന് യേശുവിനോട് പറഞ്ഞൊരു പരാതിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആമേൻ. നിന്റെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചിട്ട് അവരെന്തു വന്നില്ല? സൗഖ്യം വന്നില്ല. ഒരു സ്തോത്രം കൂടെ പറ. അപ്പൊ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചിട്ട് എന്തു വന്നില്ല? സൗഖ്യം വന്നില്ല. അപ്പൊ യേശു ശിഷ്യന്മാരെ ശാസിച്ചു. പ്രാർത്ഥിച്ചത് തെറ്റല്ല, പ്രാർത്ഥിച്ചതിനല്ല ശാസിച്ചേ. അങ്ങനെ ആരും കരുതരുത്. എന്നാ പിന്നെ ഇനി എത്ര ദിവസം ഞാൻ നിങ്ങളോട് ഇരിക്കുമെന്ന് തമ്പുരാൻ ചോദിക്കത്തില്ലായിരുന്നു. ഞാൻ നിങ്ങൾ എത്രത്തോളം സഹിക്കണമെന്ന് ചോദിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നൊന്നും തെറ്റല്ല. ദൈവം നിങ്ങളുടെ മുമ്പിൽ ഒരു വ്യക്തിയെ തന്നാൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ. ആമേൻ. ഒരു വിഷയത്തെ നിങ്ങളുടെ കൈ തന്നാൽ നിങ്ങൾ ഏറ്റെടുത്തോ. കരമേറ്റിട്ട് ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. ദേശങ്ങളിൽ വീണ് കിടക്കുന്ന പലതുണ്ട്, അടിവാരങ്ങളിൽ താണു കിടക്കുന്ന ചിലതുണ്ട്. കരത്തിൽ തമ്പൂരാൻ തന്ന ഒന്ന് പിടിക്കണം കേട്ടോ. തലമുറ നിന്റെ കൈ തൊട്ടാ എഴുന്നേക്കുമെന്ന് സ്വർഗം അതാ പറഞ്ഞ. പത്രോസേ, യോഹന്നാനെ, യാക്കോബേ, ഇനിയും താമസമുണ്ടോടാ? നിന്റെ കരത്തിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഇട്ട് കളയാനല്ല. ഓ കമാൻ. പരിശുദ്ധ പറയുന്നു, വീണ് കിടക്കുന്നവന്റെ കയ്യിൽ കൈമാറിയാൽ ചിലത് നിന്റെ കരത്തോട് ചേർന്ന് എഴുന്നേൽക്കാൻ പോവുകയാ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവന്റെ കൈ. ഓ യെസ് യെസ് യെസ്, റിസീവ് ദം. കടട്ടെ, മഹത്വം തൊടട്ടെ. ദൈവശക്തിയെ സ്വർഗം നിന്റെ മേൽ പകരട്ടെ. ഇനി താമസം വേണ്ട. നിന്റെ വാക്കുകൾ കുടുംബത്തിന്റെ കണ്ണുനീര് മാറ്റും. നിന്റെ ശബ്ദം ചില വ്യക്തികൾക്ക് ആശ്വാസമായി മാറും. നിന്റെ വാക്ക് ചില വീടുകൾക്കകത്ത് വിലാപങ്ങളെ നൃത്തമാക്കി മാറ്റും. നിന്റെ ശബ്ദം കർത്താവ് പറയുന്നു താമസിക്കരുത്. അത് പുറത്തു വന്നാൽ നിനക്കൊരു വിടുതൽ. ശ്രദ്ധിക്കണം. യേശു ശിഷ്യന്മാരെ ശാസിച്ചിട്ട് അടുത്ത യേശു പറഞ്ഞത് അവൻ എൻ്റെ അടുത്ത് കൊണ്ടുവാ. അല്ലെ, നമ്മൾ വായിച്ച വാക്യത് അവനെ ആരുടെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു? യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ആമേൻ. കാര്യം എന്നാ? ശിഷ്യന്മാരും പ്രാർത്ഥിച്ചു, പക്ഷെ കാര്യം നടന്നില്ല. അപ്പൊ കാര്യം നടക്കാത്തത് എന്ത് എന്ന് ചോദിച്ചാൽ അതിനകത്ത് തിരിച്ചറിയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. അതിന് മുൻപാണ് ഞാൻ ഈ ഭാഗം പറഞ്ഞത്. അവർ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല. യേശു ചോദിച്ചു, എത്രത്തോളം സഹിക്കും? എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും? ആമേൻ. ഇപ്പൊ കർത്താവിന് തന്നെ അറിയാം, ഞാൻ അധിക കാലം കാണില്ല. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? കേവലം 3.5 വർഷമേ ഞാൻ കാണത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ കാണത്തില്ല. എൻ്റെ ശിഷ്യത്വം നിങ്ങൾ ഏറ്റെടുത്തെങ്കിൽ അടുത്ത കാര്യം ചെയ്യേണ്ടത് നിങ്ങളാ. എൻ്റെ ശിഷ്യത്വത്തിലേക്ക് നിങ്ങൾ കയറിയെങ്കിൽ അടുത്ത് ചെയ്യേണ്ടത് ആരാ? നിങ്ങൾ വിശ്വസിക്കുന്ന നീ ഉണ്ടോ? ദൈവാത്മാവ് ശക്തമായി പറയുന്നു, വിശ്വസിക്കുന്ന നീ സ്വീകരിക്കാൻ കഴിയുന്നവരെ മഹത്വം സ്വീകരിച്ചോ. ഒരു ദൈവസാന്നിധ്യം നിറയുന്നു. ആ സഹോദരനെ വിളിച്ചോടെ. ദൈവസാന്നിധ്യം നിറയുന്നു. അഭിഷേകം ഒരു അഗ്നി പോലെ നാമം ജയം. ഓ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. യേശുവിൻ നാമം. ആമേൻ. വാസ്തവമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, കർത്താവ് പറയാം, അധികകാലം ഞാൻ നിങ്ങളോട് കൂടെ കാണുകയില്ല. അത് കഴിഞ്ഞാൽ അത് ഓർത്തിട്ട കർത്താവ് ശാസിച്ച്. അന്ന് കർത്താവിന് കഴിവില്ലാഞ്ഞിട്ടല്ല ശാസിച്ചത്. നാളെ കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ ഈ വിഷയം ഡീൽ ചെയ്യേണ്ടത് പത്രോസെ നീയാ, യോഹന്നാനെ നീയാ,
ഫിലിപ്പോസേ, നീയാ. ആത്മാവിൽ തലമുറകളോട് പറയുന്നു, നിങ്ങളാ. ഇന്ന് പകൽ തലമുറകളെ നോക്കി പറയുന്നു, നിങ്ങളാ. ഇന്ന് പകല് ചില വിഷയങ്ങളെ ഡീൽ ചെയ്യാനുള്ള ചിലതിന് ദൈവം തൊടുക. ആ അഭിഷേകത്തിന്റെ അളവറ്റ പകർച്ച ഇന്ന് ദൈവം നിന്റെ മേൽ നിറയ്ക്കട്ടെ. നിങ്ങളാ അല്ലേ? അതെനിക്ക് ചെയ്യണം, അതെനിക്ക് വേണം. കർത്താവ് എന്നെക്കുറിച്ച് അങ്ങനൊരു ചിന്ത ചിന്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചുമ്മാതല്ല യേശു ശാസിച്ചത്. കർത്താവ് ഇവരെ ശാസിച്ചതിന്റെ കാരണം, എത്ര ദിവസം ഞാൻ നിങ്ങളെ കൊണ്ടിരിക്കും? ബാലകന്റെ കരയിൽ അപ്പം മേടിക്കാൻ മാത്രമല്ല, ഈ അപ്പന്റെ കണ്ണുനീര് തുടയ്ക്കാനും നിങ്ങളെ ഞാൻ കാണുക. ആമേൻ. വെള്ളം കാണുമ്പോഴും തീ കാണുമ്പോഴും വീണുപോകുന്ന കൊച്ചനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നിന്നെ ദൈവം കാണുക. ഒരു ശിശുത്വം സ്വീകരിച്ചവരുണ്ടെങ്കിൽ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ആമേൻ. നിന്റെ കരം കണ്ണുനീര് തുടയ്ക്കുന്ന കരമാകാൻ പോവുക. നിന്റെ കൈ വീണ് കിടക്കുന്ന തലമുറയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന കൈയാൻ പോവുക. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പ്രാർത്ഥിച്ചോ, ഒരു തീ നിങ്ങളുടെ മേൽ വരും. അഭിഷേകം ഒരു തീ പോലെ, തീ പോലെ, തീ പോലെ, തീ പോലെ, തീ പോലെ. തൊടുക, തൊടുക, തൊടുക. ചില കണ്ണുനീരുകൾ തുടക്കപ്പെടാം. തൊടുക, തൊടുക, തൊടുക. അഭിഷേകത്തിന്റെ കൈ ഇന്ന് പകൽ നിങ്ങളെ ബലപ്പെടുത്തട്ടെ, 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 ബലപ്പെടുത്തട്ടെ. റിസീവ് ദ രണ്ടാമതൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. രണ്ടാമത് യേശു അവരോട് പറഞ്ഞത് അവൻ എൻ്റെ അടുത്ത് കൊണ്ടുപോവാ അല്ലേ? കൊണ്ടുവരേണ്ട താമസം, കേൾക്കേണ്ട താമസം യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇനി അപ്പൻ യേശുവിനോട് പറഞ്ഞ കാര്യം എന്നാ? വൈദ്യൻ തന്ന കുറിപ്പിനകത്ത് എഴുതി വച്ചേക്കുന്നത് ചന്ദ്രരോഗം എന്നാണ്. ഇത് ഇന്നോ ഇന്നലെയോ എഴുതിയതല്ല, കാലങ്ങളായി എഴുതി വച്ചേക്കുന്ന വാക്കാ. ആണ്ടുകളായുള്ള ചരിത്രം അതാ, ചന്ദ്രരോഗം അല്ലേ? ഇനി യേശുവിന്റെ അടുക്കലേക്ക് അവനെ കൊണ്ടുവന്ന സമയത്ത് നിന്റെ പേരെന്താന്നൊന്നും യേശു ചോദിച്ചില്ല. അതിന്റെ ആവശ്യമില്ല യേശുവിന്. ആമേൻ. ശ്രദ്ധിക്കുന്നുണ്ടോ? യേശു ഇവൻ വന്നപ്പോ ചോദിച്ചില്ല, തീ കാണുമ്പോ നീ വീഴുവോടാ, വെള്ളം കാണുമ്പോ നീ വീഴുവോ, ചോദിച്ചില്ല. കണ്ട ഉടനെ യേശു പറഞ്ഞതാ, നിന്റെ ചന്ദ്രരോഗം സൗഖ്യമായിരിക്കുന്നു എന്നല്ല. കേൾക്കുന്നുണ്ടോ? ചന്ദ്രരോഗം ഞാൻ സൗഖ്യമാക്കുന്നു എന്നല്ല. ഈ തലമുറയെ കണ്ട ഉടനെ യേശു പറഞ്ഞ വാക്ക്, നിന്റെ ഭൂതത്തെ ഞാൻ ശാസിക്കുകയാ. നീ കാണാത്ത ചിലത് യേശു കാണുകയാ. വൈദ്യൻ കാണാത്ത ചിലത് യേശു കാണുകയാ. ലോകം കാണാത്ത ചിലത് യേശു കാണുകയാ. Come on, receive the power. Wow, 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 wow. യേശുവിൻ നാമം ദിവാനാമസേ റകബശകേരിയ റിബൽ കമനഗദഗ ശാന്തേ. യേശു പ്രാർത്ഥിച്ച വാക്ക് നിന്റെ ചന്ദ്രരോഗം സൗഖ്യമാകുന്നു എന്നല്ല. അങ്ങനൊരു വാക്ക് യേശു പ്രാർത്ഥിച്ചേ ഇല്ല. മനസ്സിലാക്കിയൊരു ഹല്ലേലൂയ പറ. ആമേൻ. അങ്ങനൊരു വാക്ക് എൻ്റെ യേശു പ്രാർത്ഥിച്ചില്ല. ആകെ പ്രാർത്ഥിച്ച വാക്ക്, നിന്റെ ഭൂതത്തെ ഞാൻ ശാസിക്കുകയാണ്. ഇനി പറയാം അപ്പന്റെ പരാതിയുടെ മറുപടി. എന്നാ അപ്പൻ യേശുവിനോട് പറഞ്ഞ മറുപടി? നിന്റെ ശിഷ്യന്മാര് പ്രാർത്ഥിച്ചിട്ട്
ഒന്നും നടന്നില്ല. ഇതല്ലേ? അപ്പൊ ചോദിക്ക, അപ്പം കൊടുത്ത മറുപടിയിൽ ഇങ്ങനെ പറയുന്നു, അവർ പ്രാർത്ഥിച്ചിട്ട് അവന് സൗഖ്യം വന്നില്ല. ഇനി ഈ ശിഷ്യന്മാർ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു? ചീട്ടിൽ എന്നാ എഴുതിയിരിക്കുന്നേ? ചന്ദ്രരോഗം. അപ്പന്റെ മറുപടിയിലും പറയുന്നു സൗഖ്യം വന്നില്ല. അതിന്റെ അർത്ഥം 9 ശിഷ്യന്മാരും ചീട്ട് നോക്കി പ്രാർത്ഥിക്കുക. പക്ഷെ യേശു നോക്കിയത് ചീട്ടല്ല. ആത്മാവിന്റെ കണ്ണു തുറന്നാൽ വൈദ്യന്മാർക്ക് കാണാൻ കഴിയാത്ത ചിലത് നിന്റെ വെളിപ്പാട് തെളിയാൻ പോവുക. ചില റെവലേഷനുകൾ ചിലതിനു വേണ്ടി തുറക്കട്ടെ, 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 തുറക്കട്ടെ. Receive the power. പലരും കാണാത്തത് നീ കാണും, പലർക്കും തെളിയാത്തത് നിനക്ക് തെളിയും, പലർക്കും മനസ്സിലാകാത്തത് നിനക്ക് മനസ്സിലാകും. ചിലരുടെ റെവലേഷൻ ഇന്ന് പകൽ വാപ്പനാകട്ടെ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം വന്നില്ല. കാരണം അവർ പ്രാർത്ഥിച്ചത് ചന്ദ്രരോഗം മാറാനാ. കണ്ടപ്പോൾ യേശുവിന് മനസ്സിലായി ഇത് ചന്ദ്രരോഗത്തിന്റെ പ്രശ്നമല്ല, ഇതൊരു ഭൂതത്തിന്റെ വിഷയമാ. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ കൈമാറട്ടെ. ചില റെവലേഷനുകൾ ഇതിനകത്ത് വെളിപ്പെടാൻ തുടങ്ങിയാൽ ചീട്ടിലെ കുറിപ്പല്ല വിഷയം. ഇന്ന് പകൽ അതിന്റെ പിന്നിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ചില ഭൂതങ്ങൾ പുറത്തായാൽ ആർക്കും കൊടുക്കാൻ കഴിയാത്ത ചില സൗഖ്യങ്ങൾ പുറകെ വെളിപ്പെടാൻ പോവുകയാ. Regal Kamanagadaga Shandal Prodibirigadagasi in mighty name of Jesus. Amen. ചുമ്മാതല്ല പുള്ളി എത്ര മരുന്ന് കഴിച്ചിട്ട് കുറയാത്തെ, ചുമ്മാതല്ല പുള്ളി എത്ര തന്നെ ശ്രമിച്ചിട്ടും ഇതിന് സൗഖ്യം വരാത്തെ. പരിശുദ്ധാത്മാ പറയുന്നു അവന്റെ വിഷയം രോഗമല്ല, അവന്റെ വിഷയം ഭൂതമാ. ഒരു ശിഷ്യനാണെന്ന് പറഞ്ഞ് നിനക്കത് വെളിപ്പെടണമെന്നില്ല. ഒരു വെളിപ്പാട് ഇതിന്റെ അകത്ത് ചലിക്കാൻ തുടങ്ങിയാൽ, റെവലേഷൻ നിന്റെ അകത്ത് ഓപ്പൺ ആയി തുടങ്ങിയാൽ, പലരും കാണാത്തത് നീ കാണും. ആത്മാവാരുടെയൊക്കെ പറയുന്നു അത് തുറക്കാൻ പോവുക, തുറക്കാൻ പോവുക, തുറക്കാൻ പോവുക. യെസ്, 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 യെസ്. Receive, receive the power, receive the power. അത് തുറക്കാൻ പോവുക. യേശുവിന് ഒത്തിരി മണിക്കൂർ പ്രാർത്ഥിക്കേണ്ടി വന്നില്ല. കാരണം യേശു ചന്ദ്രരോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ചന്ദ്രരോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ മണിക്കൂറുകൾ ചിലപ്പോൾ എടുത്തേനെ. വെളിപ്പാടുള്ള കർത്താവ് കണ്ടു, രോഗത്തിന് വേണ്ടി വൈദ്യന്മാർ മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ല ആവശ്യം. അവന്റെ ഭാവിയെയും അവന്റെ ഉയർച്ചയെയും അവന്റെ ജീവിതത്തെയും തച്ചുടയ്ക്കാൻ നിൽക്കുന്ന ഒരു ഭൂതം അവന്റെ പിന്നിൽ കിടക്കുക. അവൻ പുറത്തു വന്നാൽ ചില മരുന്നുകൾ ഫലിക്കുമെന്ന്, അവൻ പുറത്തു വന്നാൽ ചിലര് സൗഖ്യമാകുമെന്ന്, അവൻ പുറത്തു വന്നാൽ ചിലർ വിടുവിക്കപ്പെടുമെന്ന്, അവൻ പുറത്തു വന്നാൽ ഹല്ലേലൂയ, അവൻ പുറത്തു വന്നാൽ ശാസന രോഗം സൗഖ്യമാകട്ടെ എന്നല്ല, അവന്റെ ഭൂതം മാറട്ടെ. മരുന്ന് കഴിച്ചിട്ട് സൗഖ്യങ്ങളില്ലാതിരിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ സൗഖ്യമാക്കും. കാരണം രോഗമല്ല നിന്റെ വിഷയം. മറഞ്ഞു കിടക്കുന്ന, ആരുടെ കണ്ണിലും പെടാത്ത ചില അന്യായ ശക്തികൾ, ചില ഭൂതബന്ധനങ്ങൾ എവിടേക്കോ കിടക്കുന്നുണ്ടാ. പലപ്പോഴും നിനക്ക് തല ഉയർത്താൻ പറ്റാതെ ഇന്ന് പകലിൽ കർത്താവ് പറയുന്നു, ആ ഭൂതത്തെ യേശു ശാസിക്കുകയാ, ആ ഭൂതത്തെ യേശു ശാസിക്കുകയാ. Holy Spirit, Rakaba Labashiki.
ആമേൻ. കുറിപ്പല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടേ. കർത്താവ് തരുന്ന ദർശനം ഒന്ന് ഉപയോഗിച്ച് നോക്ക്. കർത്താവ് തരുന്ന റെവലേഷനിലൊന്ന് നിന്ന് നോക്ക്. 10-15 വർഷമായി പലർക്കും പിടികിട്ടാത്ത സാധനം നിനക്ക് പിടികിട്ടും. 10-15 വർഷമായി പിടികിട്ടാത്ത പലതും നിനക്ക് വെളിപ്പെടും. ആത്മാവ് ഞാൻ കൈമാറുകയാ. അതാ ഓർത്തിട്ട കർത്താവ് പറയുന്നേ, എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടിയിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചന്ദ്രരോഗം പ്രാർത്ഥിച്ചാലും മാറത്തില്ല. പക്ഷെ നിങ്ങൾക്ക് വെളിപ്പെടേണ്ടത് അതിന്റെ പിന്നിൽ കിടക്കുന്ന ഒരു ഭൂതശക്തിയാ. അത് വെളിപ്പെട്ട സെക്കൻഡ് കൊണ്ട് ചില സൗഖ്യങ്ങൾ നടക്കും. എഴുന്നേക്കാമോ? ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? ഞാനൊരു വാക്കുകൾക്ക് വിരാമം വിടുക. പരിശുദ്ധാത്മാവിന്റെ പകൽ ഇതിനകത്ത് നിൽക്കുന്ന നിങ്ങളെ കാണുകയാണ്. ദൈവത്തിന് ഇന്ന് പകൽ ചിലർ നോക്കിയിട്ട് പറയാനുണ്ട്, ആമേൻ, റെവലേഷനുകളിലേക്ക് നീ ഒന്ന് കയറി നിൽക്കുക. വർഷങ്ങൾ ചികിത്സിച്ചിട്ട് നടക്കാത്തത് സെക്കൻഡ് കൊണ്ട് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. വർഷങ്ങൾ ചികിത്സിച്ചിട്ട് നടക്കാത്തത് സെക്കൻഡ് കൊണ്ട് ആത്മാവാരുടെയൊക്കെ പറയുന്നു. പലരും കാണാത്തതിൻ്റെ പ്രശ്നമായത്, ദൈവാത്മാവ് ശക്തിയോടെ പറയുക, ആമേൻ, ആത്മാവിൻ്റെ കണ്ണ് തുറന്നാൽ നീ കാണും. എന്താ വിഷയമെന്ന് വൈദ്യൻ കാണുന്നതല്ല നീ കാണുന്നേ. എന്താ വിഷയമെന്ന് വൈദ്യൻ കാണുന്നതല്ല നിങ്ങൾ കാണുന്നേ. ആത്മാവിൻ്റെ കണ്ണ് തുറന്നാൽ ദൈവാത്മാവ് ശക്തിയോടെ പറയുക, ആത്മാവിൻ്റെ കണ്ണ് തുറന്നാൽ മറഞ്ഞു കിടക്കുന്ന ചിലതെല്ലാം നിന്റെ കണ്ണിന് വെളിപ്പെടാൻ പോവുക. ഓ ഹോളി സ്പിരിറ്റ്, റാബ ഷെഖേനിയ റിഖല്ലാമ ഷെഖേനിയ അന്തൽ കമനഘടക ഷൈഡിബിരിഘടകസി മൈറ്റി പവർ. ഹോളി സ്പിരിറ്റ്. പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ? പരിശുദ്ധാത്മ നിങ്ങളോട് ചോദിക്കുക. അടുത്തൊരു ചോദ്യം കർത്താവ് നിങ്ങളോട് ചോദിക്കരുത്, എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും. അതിൻ്റെ അർത്ഥമാണ് ഞാൻ വെളിവാക്കിയത്. അടുത്തൊരു ചോദ്യം ഉണ്ടാകുന്നതിന് മുൻപ് കർത്താവ് നിന്നെക്കുറിച്ച് പറയണം, നീ ഒരു നല്ല ദാസൻ, നീ ഒരു നല്ല ദാസി. നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് നീ വ്യാപാരം ചെയ്യുന്നുണ്ടെന്ന യജമാനൻ നിന്നെ നോക്കി പറയുന്ന ഒരു നല്ല അനുഭവത്തിലേക്ക് വരണം. ഹോളി സ്പിരിറ്റ്. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടണം. പ്രാർത്ഥിക്കാൻ കഴിയുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഈ സമയം പ്രാർത്ഥിക്കണം. മറഞ്ഞു കിടക്കുന്ന രോഗസ്പിരിറ്റുകൾ ശരീരങ്ങൾ വിടട്ടെ. മറഞ്ഞു കിടക്കുന്ന ഭൂതമണ്ഡലങ്ങൾ ശരീരങ്ങളിൽ നിന്ന് മാറിപ്പോട്ടെ. അശുദ്ധ വ്യാപാരങ്ങളെല്ലാം ശരീരങ്ങളെ വിടട്ടെ. കണ്ണുനീരിൽ കിടക്കുന്ന അപ്പന്മാരെയും തലമുറകളെയും കൈക്കുപിടിക്കാൻ ഇന്ന് പകൽ ദൈവം ശക്തി കൊടുക്കുന്നൊരു തലമുറ പുറത്തു വരട്ടെ. In mighty name of Jesus. Come on. പരിശുദ്ധാത്മാവ് ശക്തിയോട് ഇതിനകത്ത് കൈമാറുക. ചിലതിനെ ദൈവം ശിഷ്യന്മാരായി കാണുന്നത് കർത്താവ് ആഗ്രഹിക്കുന്ന ചില പ്രവൃത്തികൾ ചെയ്യാനാണ്. എവിടെ ഒതുങ്ങിപ്പോകാനല്ല, എവിടെയോ നിന്നു പോകാനല്ല, ശക്തിയോടെ ദൈവാത്മാ പറയുന്നു, നിന്നുപോകുന്ന ചിലതിനെ ഇന്ന് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്.
എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. വാവ് വാവ് ഹോളി സ്പിരിറ്റ് ഷൽവാ റഥ റഖ മനഷേ. എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുക. റക്ഷസ്കമന ഘടക ഷൈഡിബിരി ഘടകസി. എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുക. ചിലതൊക്കെ എഴുന്നേക്കാൻ പോവുകയാണ്. ശക്തമായി ദൈവാത്മ പറയുന്നു, കണ്ണുനീർ തൂകുന്ന ചിലതിന്റെ അടുത്ത് നിന്നെ ദൈവം കൊണ്ട് നിർത്തുന്നത്. ചില കുടുംബങ്ങളുടെ കണ്ണീര് തുടയ്ക്കാൻ, ചില തലമുറകളുടെ കൈക്കു പിടിക്കാൻ ആ ദൈവശക്തി ചില ശരീരങ്ങളിൽ വെളിപ്പെടാൻ പോവാ. ഹോളി ഫയർ ഓഫ് ഗോഡ്. Holy Spirit, Holy Spirit, Holy Spirit. Rika Bashe Kenya. Regal Kamanagadaga Shaidibidigadagasi. ദൈവ സാന്നിധ്യം ചില ശരീരങ്ങളിൽ തൊടട്ടെ 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 തൊടട്ടെ. Rakshas Katharamasiyanthenia. Holy fire of God. In mighty name of Jesus. Uraba Shekenia. ശക്തമായി ദൈവാത്മ പറയുന്നു, മരുന്ന് കഴിച്ചിട്ടും സൗഖ്യമാകാത്ത, മരുന്ന് കഴിച്ചിട്ടും വിടുതൽ അനുഭവിക്കാൻ കഴിയാതെ ഇരിക്കുന്ന ചിലര് നാളുകൾ നീ പ്രാർത്ഥിച്ചു, മാസങ്ങൾ പ്രാർത്ഥിച്ചു, ആണ്ടുകൾ പ്രാർത്ഥിച്ചു. എന്ന കഥ പറയുക, അവൻ അതിന്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്നവൻ നീ കണ്ടില്ല. ഇന്ന് ആത്മദൃഷ്ടി തുറന്നു നോക്ക്. ചിലതിനെ നീ കാണും, ചിലതിനെ കാണും. ഒരൊറ്റ വാക്കുമതി. നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ യെസ്, receive the fire of God. Rava shekenia theri ragachasiya theri theri rimal kamanagadaga shaidividikadaga rakshaskamanagadagasi. In mighty name of Jesus. പരിശുദ്ധാത്മാവേ, നിന്റെ സാന്നിധ്യത്തെ ഇന്ന് ഇതിനകത്തെ കൈമാറട്ടെ. ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ മഹത്വം ജനത്തിന്റെ മേൽ പകരണം. കർത്താവേ, കർത്താവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചവർ ഈ ദിവസങ്ങളിൽ കർത്താവേ, അങ്ങയുടെ ആഗ്രഹം പോലെ, അങ്ങ് ചിന്തിക്കുന്നത് പോലെ, അങ്ങ് ആക്കി വച്ചതുപോലെ ചിലതൊക്കെ ചെയ്യാൻ ഒരു അഗ്നിയായി സ്വർഗം നിറയ്ക്കുന്നു. Fire of God. Rakshas kata rabasekenia. Rimal lakamase. Andal kabana gadaga shaitenia. Rimal kabana gadaga shaidibini gadagase. In mighty power, in mighty name of Jesus. Rimana shekenia. Yeshuvin namam jayam. Yeshuvin namam jayam. Raksa teri teri reke lebe sekenia. Rimal kabana gadaga shaidibini gadagase. കർത്താവ് ചോദിക്കുക, ഞാൻ എത്രത്തോളം നിങ്ങളുടെ കൂടെ ഇരിക്കും, ഞാൻ എത്രത്തോളം നിങ്ങൾ സഹിക്കും. ഈ ഞായറാഴ്ച മുതൽ പരിശുദ്ധാത്മാവ് നിന്നെ നിർബന്ധിക്കുകയാണ്. എന്തിനാണോ കർത്താവ് നിന്നെ വിളിച്ചത്, എന്തിനാണോ കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തത്, എന്തിനാണോ യേശു നിന്നെ വിളിച്ചത്, സന്തോഷത്തോടെ അത് ചെയ്യുവാൻ തക്കവണ്ണം നിന്റെ മേലെ ദൈവത്തിന്റെ കൃപ വെളിപ്പെടാൻ പോവുകയാണ്. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. Rakshas kamanagadaga shaidibidigadagasi. Vaidal kamanagadaga rantheni rakshas kamanagadagasി. ആത്മസാന്നിധ്യം ഇന്ന് പകൽ നിങ്ങൾ തൊടുകയാണ്. റീമന ഷെക്കേനിയ റിഗൽ കമന വൈഡം ജനാധര റീഗൽ കമനഗടഗസി. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിൻ നാമത്തിൽ ജയം. ആർക്ക് താല്പര്യമുണ്ട്? കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൗത്യം, കർത്താവേ ഇനി ഒരു പരാതി ഇല്ലാതെ എനിക്ക് ചെയ്യണം, ഒരു പരാതി ഇല്ലാതെ എനിക്ക് ചെയ്യണം, ഒരു പരാതി ഇല്ലാതെ എനിക്ക് ചെയ്യണം. യേശുവേ, അങ്ങ് എന്നെ കുറിച്ച് ഇനി പരാതി പറയല്ലേ. എന്നെ എത്രത്തോളം സഹിക്കുമെന്ന് ഇനി ഒരു ചോദ്യം എന്നോട് ചോദിക്കാൻ ഇട വരരുത്. എത്രത്തോളം ഞാൻ നിന്റെ കൂടെ ഇരിക്കുമെന്ന് യേശുവേ എന്നെ നോക്കി ചോദിക്കാൻ ഇട വരരുത്. അതിന്റെ അർത്ഥം നിന്നെ കുറിച്ച് കർത്താവിനൊരു പ്രതീക്ഷയുണ്ട്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ
അത് ഞാൻ ചെയ്യാൻ റെഡിയാണെന്ന് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കൈകളെ ഉയർത്തി ദൈവത്തോട് ചോദിക്ക. ഓ യേശുവേ, കർത്താവേ, ഇവരുടെ മേലത് കൈമാറണം, 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 കൈമാറണം. ഓ, ദേശങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാൻ, കുടുംബങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാൻ, തലമുറകളുടെ കണ്ണുനീര് തുടയ്ക്കാൻ ഇപ്പോൾ ഈ കൈകളുടെ മേൽ ഒരു ദൈവ സാന്നിധ്യത്തെ സ്വർഗം പകരട്ടെ. കണ്ണുനീർ തുടയ്ക്കുന്ന കൈകൾ, കണ്ണുനീർ തുടയ്ക്കുന്ന കൈകൾ. Ora, shekenia. Racha, 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 sheke. Rimana, sheke.